ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. കാരണം നാട്ടിലൊക്കെ പോയ കാരണം നല്ല ബിസി ആയിരുന്നു. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു ഡെസേർട്ടാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യുന്ന നോക്കാം. അപ്പം ഇതിനു വേണ്ടി ആദ്യം കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെക്കണം. അപ്പം ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് രണ്ട് പാത്രത്തിൽ, നമ്മൾ ചെയ്യാൻ പോകുന്ന പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ചൂടോടുകൂടി തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പുഡിങ്ങിന്റെ മിക്സ് ഉണ്ടാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 200 ml നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി ഉണ്ടായിരിക്കണം, അതുപോലെ നല്ല ഫ്രഷ് തേങ്ങ ആയിരിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 2 വലിയ മുട്ട ഒഴിച്ചു കൊടുക്കാം. ചെറിയ മുട്ടയാണെങ്കിൽ ഒരു 3 എണ്ണം വേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ അത് സെറ്റായി വരില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. അത് നല്ല കട്ടിയിൽ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നോക്കിയിട്ട് നിങ്ങൾ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പം ഇവിടെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കാരമലൈസ് സെറ്റാകാൻ വെച്ച പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് നന്നായിട്ട് തണുത്താൽ ഇതുപോലെ നല്ല ഹാർഡായി വരും. അപ്പം ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യല്. ഒരു 20 മിനിറ്റ് നല്ല മീഡിയം ഫ്ലെയിമിലിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്ക് നന്നായി റെഡി ആയിട്ടുണ്ടാവും. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഒരു നല്ല ഫ്ലേവർ വേണമെങ്കിൽ ഒരു നുള്ളി ഏലക്കായ്പ്പൊടി അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് വാനില എസൻസോ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാനൊരു വലിയ പാത്രത്തിൽ ഒരു ചെറിയ സ്റ്റാൻഡ് വെച്ച് അതിൽ വെച്ചാണ് ഇപ്പം വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ അടപ്പിട്ട് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇവിടെ നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്തോ നോക്കാൻ വേണ്ടി ഒരു ടൂത്ത് പിക്കോ മറ്റിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഇതൊന്ന് നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേതും കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. തണുത്തതിന് ശേഷം മാത്രമേ ഇതുപോലെ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ശരിക്കും ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരില്ല. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ജസ്റ്റ് ഇതിന്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ച് ഞാൻ അലങ്കരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.